വയനാട് പുൽപ്പള്ളിയിൽ ജവാൻ ആക്രമിക്കപ്പെട്ടതിൽ ശക്തമായ പ്രതിഷേധമറിയിച്ച് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ്മെൻ ലീഗ്. ഈ വിഷയത്തിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ഇനി അദ്ദേഹം വല്ല തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതും ഇന്ത്യൻ പൗരന് കിട്ടുന്ന ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കും. പക്ഷേ എന്നിരുന്ന അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവര് പോലീസ് ചെയ്യേണ്ടത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നിയറസ്റ്റ് പോലീസ് ആർമി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷമുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ആർമിയാണ്. അതിന് പകരമായിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഒരു ഗുണ്ടകളെ കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് കാലൊടിച്ച് അവശനാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പുൽപ്പള്ളിയിൽ ക്ഷേത്രോത്സവത്തിനിടയിൽ സൈനികനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്ന് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ജില്ലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സൈനികനെതിരെ കുറ്റമാരോപിക്കുന്ന പോലീസുകാർ ഒരു സൈനികനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പാലിക്കേണ്ടതായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് വിമുക്ത ഭടന്മാർ ചൂണ്ടിക്കാട്ടി. സൈനികൻ ഏതെങ്കിലും കുറ്റം ചെയ്താൽ തൊട്ടടുത്തുള്ള സൈനിക ഓഫീസുമായി ബന്ധപ്പെട്ട് അവർക്ക് കൈമാറുകയാണ് നിയമപരമായി ചെയ്യേണ്ടത്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സൈനികന്റെ കാൽ തല്ലിയൊടിക്കുകയാണ് പോലീസ് ചെയ്തത്. നാട്ടുകാർ തല്ലിയൊടിച്ചതാണെന്ന് ആദ്യം പറഞ്ഞ പോലീസ് പിന്നീട് ബൈക്ക് കാലിൽ വീണാണ് പരിക്കേറ്റതെന്നും പറയുന്നു. ഇക്കാര്യം നിഷ്പക്ഷമായി അന്വേഷിച്ച് കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് എക്സ് സർവീസ് ലീഗ് ജില്ലാ ഭാരവാഹികളായ പി ജയദേവനും പി പ്രകാശനും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.